ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്തതിൽ പ്രശ്നമുണ്ട്. RSSന്റെ ഒരു നിലപാട് എന്താണ് സ്ത്രീ പ്രവേശന വിഷയത്തിൽ ശബരിമലയിലെ? അതിനകത്തൊരു അവ്യക്തത ഉണ്ടോ ഇപ്പോഴും? ഒരു അവ്യക്തതയുമില്ല. വളരെ വ്യക്തമായി RSSന്റെ സർസംഘചാലക് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രദേവതയുടെ നിർദ്ദേശപ്രകാരം, അങ്ങനെയാണ് ആ കൽപ്പന, നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. നമ്മൾ എല്ലാ ഹിന്ദു ദേവാലയങ്ങളും ദേവത ഒന്നാണ്, പേരുകൊണ്ട് ഒന്നാണെങ്കിൽ പോലും ഓരോ ക്ഷേത്രത്തിലെയും ആചാരം വ്യത്യസ്തമാണ്. ശിവക്ഷേത്രങ്ങൾ ലക്ഷക്കണക്കിനുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ആ ശിവക്ഷേത്രങ്ങളിൽ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും 3/4 വട്ടമേ എടുക്കുകയുള്ളൂ പ്രദക്ഷിണം, തിരിച്ചു വരണം. പക്ഷേ ചില ശിവക്ഷേത്രങ്ങളുണ്ട്, ആ ശിവക്ഷേത്രങ്ങളിൽ മുഴുവൻ പ്രദക്ഷിണം വയ്ക്കാം. ഞാൻ ഒരു ശിവക്ഷേത്രത്തിൽ പോയപ്പോൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ കിരാതവേഷധാരിയായ ശിവന്റെ ക്ഷേത്രങ്ങളുണ്ട് പലയിടത്തും, അവിടെ പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാം. അവിടെ ഞാൻ പോയപ്പോൾ ശിവക്ഷേത്രമായിരുന്നു, അവിടെ ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ ചെയ്യാൻ ആരെങ്കിലും പുറപ്പെട്ടാൽ അതിനെ തടയുന്നവര് അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണോ? അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? അതുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ ക്ഷേത്രത്തിനും. ഇപ്പൊ ശബരിമല അയ്യപ്പന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഒരു 10-12 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് 4 അല്ലെങ്കിൽ മൊത്തം 4 അയ്യപ്പൻ ഉൾപ്പെടെ 4 ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. ബാക്കി 3 ക്ഷേത്രത്തിലും ഏത് പ്രായപരിധിയിലുള്ള മഹിളകൾക്കും പോകാം. അവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠയുടെ സങ്കല്പം എന്തോ ആ സങ്കല്പ പ്രകാരം അവിടെ ഇങ്ങനൊരു നിബന്ധന വെച്ചിരിക്കുന്നു. പക്ഷെ ഇതിന് കൊടുത്ത പ്രചരണം എന്താ? സ്ത്രീകളെ നിഷേധിക്കുന്നു എന്നാണ്. സ്ത്രീകൾ സത്യത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടോ? അവിടെ ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ളവർ അവിടെ പോയിക്കൂടാ എന്ന് പറയുന്നു എന്നല്ലേ ഉള്ളൂ. ഇതുപോലെ അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ദത്യ, വാളിയറിന് അടുത്തുള്ള ദത്യ ക്ഷേത്രത്തിൽ പോയത്. ആ ദത്യ ക്ഷേത്രത്തിൽ അവിടെയുള്ള ദേവീക്ഷേത്രം, 2 ദേവീക്ഷേത്രമാണ്, ബഗുളാദേവിയും ധൂമ്രാവതിയും. ബഗുളയുടെ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ പോകാം. പക്ഷെ ഒരു മതിലിനിപ്പുറത്ത് അതേ കമ്മിറ്റിയുടെ കീഴിലുള്ള ധൂമാവതി ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോയിക്കൂടാ. ഈ നിബന്ധന ഒരിക്കലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല, അവിടെ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. അതിന്റെ മറ്റൊരു കാരണം കൂടി പറഞ്ഞാൽ, ഈ ക്ഷേത്രങ്ങളിലെ ദേവതയുടെ സ്വത്തായിട്ടാണ് ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. ആ ദേവത ഒരു മൈനറായിട്ടുമാണ് കണക്കാക്കുന്നത്. ഇതാണല്ലോ രാമജന്മഭൂമി വിധിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചതും അത് തന്നെയാണ്. ഈ കാര്യം തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ കാലങ്ങളായി നിലകൊള്ളുന്ന ആ ആചാരം, ആ കസ്റ്റമറി പ്രാക്ടീസ് അതേപോലെ തുടരണം. പ്രൊവൈഡഡ്, അദ്ദേഹം പറയുന്നുണ്ട് മോഹൻജി ഭാഗവത്, പ്രൊവൈഡഡ് ക്ഷേത്രത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതാരാണ്? ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന, ക്ഷേത്രത്തിൽ പോകുന്ന, ക്ഷേത്രാചാരങ്ങൾ എന്തെന്ന് നിശ്ചയിക്കാൻ, നിയമിക്കാൻ അനുവാദമുള്ളവർ, അതിനെക്കുറിച്ച് പഠനമുള്ളവർ, തന്ത്രിമാരായാലും പുരോഹിതന്മാരായാലും ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് അവര് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ദേവതയുടെ അനുജ്ഞയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അത് ഏതെങ്കിലും ഒരു സർക്കാരോ മതേതരമായ സ്ഥാപനങ്ങളോ തീരുമാനിക്കേണ്ട കാര്യമല്ല ഹൈന്ദവ ക്ഷേത്രത്തിലെ നിയമം എന്നതാണ് സംഘത്തിന്റെ നിലപാട്. അതാണ് സംഘത്തിന്റെ പരമോന്നത അധികാരിയും വ്യക്തമാക്കി. ഓർഗനൈസറിൽ വന്നൊരു ലേഖനം കൂട്ടിയതാണ് ഇപ്പോഴും ഈ RSS സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ് എന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഘടനയാണ്, ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, അതേപോലെ കേരളത്തിലെ ഈ ഒരു ക്ഷേത്രം, എത്ര ക്ഷേത്രങ്ങളുണ്ട് ഭാരതത്തിലെമ്പാടും. ഇപ്പോ ഞാൻ ഒരു മതത്തെയും ഇകഴ്ത്തി പറയല്ല, പ്രത്യേകിച്ച് അബ്രഹാമിക് റിലീജിയൻസിന്റെ ആരാധനാലയങ്ങൾ ഒരേ തരത്തിലുള്ള ആരാധനാ രീതിയാണ് അവിടെ എല്ലാം നിലനിൽക്കുന്നത്. പക്ഷെ ഹിന്ദുവിന്റെ ഈ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരേ മതിൽക്കെട്ടിനുള്ളിലുള്ള 2 ക്ഷേത്രങ്ങളിൽ 2 സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വൈവിധ്യങ്ങളെ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അത്തരമൊരു ചർച്ച നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഇഷ്യൂവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പത്രപ്രവർത്തകൻ ആയിട്ടുള്ള ഓർഗനൈസർ പ്രവർത്തകൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ മൊത്തം പ്രസ്ഥാനത്തിന്റെയും നിലപാടാണ് എന്ന് വിചാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, പണ്ടേ തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്, ഓർഗനൈസർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു ഔദ്യോഗികമായ കാര്യം പറയാനുള്ള ജിഹ്വയല്ല എന്ന് വളരെ കൃത്യമായിട്ട്, ഇറ്റ് ഈസ് നോട്ട് എൻ ഒഫീഷ്യൽ ഓർഗൻ എന്ന് പറഞ്ഞ് വ്യക്തമായി സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ഡോക്ടർ മൻമോഹൻ വൈദ്യ പ്രചാർ പ്രമുഖായിരിക്കുമ്പോൾ വളരെ കൃത്യമായി എക്കാലത്തേക്കുമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീമാൻ പ്രഫുൽ കേത്കർ
ഇപ്പോഴത്തെ ഓർഗനൈസറിന്റെ എഡിറ്റർ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് RSSന്റെ ഔദ്യോഗിക ജിഹ്വയല്ല എന്ന്. RSSന്റെ ഔദ്യോഗിക ജിഹ്വ എന്ന് പറയുന്നത് 2-3 പേരാണ്. അത് സർസംഘചാലകാണ്, സർക്കാർ യുവഹാണ്, പ്രചാര പ്രമുഖാണ്.